കോഴിക്കോടിന്റെ ഉസ്താദ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പൊന്നാര മകൻ AP അബ്ദുൽ ഹക്കീം അസ്ഹരി, അയാൾ നബിയെ നീ എന്ന് വിളിക്കുന്നത് നിങ്ങൾക്കൊന്ന് കേൾക്കണം എന്ന് മാത്രല്ല, ഇപ്പൊ ചോദിച്ചല്ലോ പേരോട്, MM അക്ബറിനോട് ആരെയാണ് വിളിച്ചത്, ഇത് തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ ചോദ്യം യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് ആരോടാ? അബ്ദുൽ ഹക്കീമിനോടാണ്. പേരോട് ചോദിക്കുന്നത് MM അക്ബറിനോടാണെങ്കിലും വാസ്തവത്തിൽ ചോദിക്കേണ്ടത് കാന്തപുരത്തിന്റെ പൊന്നാരമോൻ അബ്ദുൽ ഹക്കീമിനോടാണ്. നിങ്ങളൊന്ന് കേട്ടോളൂ ആ രണ്ട് രംഗവും. ജിന്ദാ ഹെ വല്ലാഹ് തു ജിന്ദാ ഹെ വല്ലാഹ് മേരെ ചശ്മെ ആലം സേ ചുപ് ജാനെ വാലേ. ഓ റസൂൽ, അങ്ങ് ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. കേട്ടില്ലേ? പുത്തൻവാദികളായ ആളുകൾ മുഹമ്മദ് നബിയെ അപമാനിക്കുകയാണ്. ഇനി നിങ്ങൾ അപമാനിക്കുന്ന ശബ്ദം ഒന്ന് കേട്ടോളൂ. മലയാളത്തിന് അതിന് അർത്ഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. പുത്തൻവാദികൾ മുഹമ്മദ് നബിയെ അപമാനിക്കുകയാണെന്ന് മുജാഹിദിന്റെ നേതാവ് പറഞ്ഞത് ശരിയല്ലേ? മേരെ ചശ്മെ ആലം സേ ചുപ് ജാനെ വാലേ. ഓ റസൂൽ, അങ്ങ് ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിന് അർത്ഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. ആരെ സംബന്ധിച്ചാണ് മുസ്ലിമേ ഇത് പറഞ്ഞത്? ഈ വിശ്വാസത്തോടെ ജീവിച്ച് മരിച്ച മുസ്ലിമായി മരിക്കാമോ? ഈമാനോടെ മരിക്കാമോ? നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിക്കൂ. ഓ റസൂൽ, അങ്ങ് ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിന് അർത്ഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. ഒരു മനുഷ്യൻ കുരുത്തം കെട്ടാല് അതിനൊരു പരിധിയില്ലേ? അവസാനം ഈമാനില്ലാതെ ചത്തുപോകണ്ട, കാഫിറായി ചത്തുപോകണ്ട. ആരോടാ പറയുന്നത്? MM അക്ബറിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ ഇപ്പൊ ചെന്നുകൊണ്ടത് പൊന്നാര ഉസ്താദിന്റെ പൊന്നാര മോൻ AP അബ്ദുൽ ഹക്കീം അസ്ഹരിക്കാണ്. റസൂലുള്ളാഹിനെ നീ നീ എന്ന് പറയാം. മലയാളത്തിൽ അർത്ഥം പറഞ്ഞ ആളുകൾ കോപിക്കും. അപ്പൊ കരുതിക്കൂട്ടി തന്നെ പറയാണ്, അബദ്ധം പറ്റിയതല്ല. ഇത് കേട്ടോളൂ നിങ്ങള്. ഇതാ ഇവരുടെ തന്നെ പൂങ്കാവനത്തിൽ എഴുതുന്നു, അഹമ്മദ് കുട്ടി ശിയോപുരം എഴുതുന്നത് കേട്ടോളൂ. അള്ളാഹു മുഹമ്മദിനോട് പറഞ്ഞത്, അഹമ്മദ് എന്ന് എപ്പോഴും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന കാലപുരുഷനായിരുന്നു അവൻ. അവന് വേണ്ടി ലോകം സൃഷ്ടിക്കപ്പെടുന്നു. അവന്റെ വെളിപ്പെടലിന് വേണ്ടി അവന്റെ പിതാവായ ആദം സൃഷ്ടിക്കപ്പെടുന്നു. ഭൂമിയിലേക്ക് ആദം അവനെയും വഹിച്ചുകൊണ്ട് വരുന്നു. അവന്റെ നിയോഗ രഹസ്യം ആദമിന്റെ ചരിത്രം പൂർത്തീകരിക്കുക എന്നതാണ്. കണ്ടോ, മുഹമ്മദ് നബിയെ കുറിച്ച് അവൻ 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 എന്ന് പൂങ്കാവനം മാസികയില് ഇതാ 1995 ആഗസ്റ്റ് ലക്കത്തിൽ എഴുതിയിരിക്കുകയാണ്. അതേസമയം നബിയെ ചീത്ത പറഞ്ഞ തസ്ലീമ നസ്രീനെ കുറിച്ച് സിറാജ് പത്രത്തിൽ എന്താ എഴുതിയത്? ഇതാ ഈ അടുത്ത കാലഘട്ടത്ത് വന്നതാണ്. സിറാജ് 2007 ഡിസംബർ 1 ശനി തസ്ലീമ നസ്രീനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. പീപ്പിൾസ് ബുക്ക് സൊസൈറ്റിയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. പുതിയ പതിപ്പിന്റെ കോപ്പികൾ കൊണ്ടുവരാൻ പ്രസാധകരോട് തസ്ലീമ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പുസ്തകം വിതരണം ചെയ്യരുതെന്നും തിരുത്തലുകൾക്ക് ശേഷം വിപണനം തുടരാമെന്നും അവർ നിർദ്ദേശിച്ചു. റളിയല്ലാഹു അൻഹയെ കൂടി പറഞ്ഞാളി. റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞ തസ്ലീമയെ കുറിച്ച് അവർ, മുഹമ്മദ് നബിയെ കുറിച്ച് അവൻ, നീ. നിങ്ങളാണോ ഞങ്ങളെ കുറ്റം പറയുന്നത്? ആരാണോ കാഫിറായി ചത്തുപോകുന്നത്? ആരാണോ കാഫിറായി ചത്തുപോകേണ്ടത്? ആർക്കാണ് ഈമാനില്ലാത്തത് എന്ന് ഇവിടെ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി.